ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്കൈഹോക്ക് വഴി ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടിയ അഞ്ജിതയാണ്. അഞ്ജിതയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് അഞ്ജിത, ഞാൻ ഡെൻറ്റിസ്റ്റാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് നാട്ടിൽ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ മാസമാണ് സ്കൈഹോക്ക് ത്രൂ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. എന്തുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത്? എൻ്റെ ഹസ്ബൻഡ് ജർമ്മനിയിലാണ്. മാത്രമല്ല എൻ്റെ കരിയറിന് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ജർമ്മനിയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ജർമ്മനിയിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചത്? ഹസ്ബൻഡ് ജർമ്മനിയിൽ MBA ചെയ്യുവാണ്. ഞങ്ങളുടെ മാരേജ് അതിന് ശേഷമായിരുന്നു. അപ്പോൾ സ്പൗസ് വിസയ്ക്ക് പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കാർഡാണെന്ന് തോന്നി. അപ്പോൾ അവിടെ പോയി നമുക്ക് ജോലി കണ്ടുപിടിക്കാം. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പഠിച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് C1 എടുക്കണം. ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടാനായിട്ട് എത്ര സമയം എടുത്തായിരുന്നു? ഞാൻ കഴിഞ്ഞ മാസമാണ് ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. ഈ മാസം ജൂൺ 4-ാം തീയതി എനിക്ക് വിസ കിട്ടി. 1 മാസം കൊണ്ട് വിസ കിട്ടി. സ്കൈഹോക്കിന്റെ സർവീസസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൈഹോക്കിന്റെ സർവീസ് പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്തത് മുതൽ വിസ കിട്ടുന്നത് വരെ ത്രൂ ഔട്ട് ജേണിയിൽ നല്ലൊരു സപ്പോർട്ടായിരുന്നു. മാത്രമല്ല ഏത് സമയത്ത് ഫോൺ വിളിച്ചാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കുമെങ്കിൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ബെറ്റർ ഓപ്ഷൻ ജർമ്മനി തന്നെയാണ്. നമുക്കവിടെ വീക്ക്ലി അതായത് 1 ഡേ 8 hours വർക്ക് ചെയ്താൽ മതി. വീക്ക്ലി 5 days വർക്ക് ചെയ്താൽ മതി. 2 ദിവസം ഓഫ് കിട്ടും. മാത്രമല്ല വർഷത്ത് 1 month പെയ്ഡ് ലീവും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ കൺട്രിയാണ് ജർമ്മനി. അതുകൂടാതെ നമുക്ക് ജർമ്മൻ വിസ കയ്യിലുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ 27 കൺട്രീസ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് ഒരു റിക്വയർമെൻ്റ് അല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്? ഞാൻ ഡെൻറ്റിസ്റ്റ് ആണല്ലോ. അപ്പം ഒരു ഡെൻറ്റിസ്റ്റിന് അവിടെ ഡെൻ്റൽ പ്രൊഫഷണൽ ജോലി ചെയ്യണമെങ്കിൽ ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ C1 ലെവൽ വരെ വേണം. അതായത് നമുക്ക് C1 ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ FSP എക്സാമും അത് കഴിഞ്ഞിട്ട് KP എക്സാമും എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഡെൻ്റൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം B2 ലെവലെങ്കിലും വേണം. അപ്പം ഞാൻ അവിടെ പോകുന്നത് ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതിലാണ്. അപ്പം അതിന് ലാംഗ്വേജ് വേണമെന്ന് തോന്നി. അതുകൊണ്ടാണ് പഠിച്ചത്. ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല. പക്ഷേ നമുക്കൊരു ജോബിലോട്ട് എത്തണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടാനായിട്ട് എടുത്ത ആ ഒരു ടൈം പീരീഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ വേണമെന്ന് പറഞ്ഞത് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. അതിനുശേഷം ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടുത്തെ ഇൻഷുറൻസ് ആയാലും ട്രാവൽ ഇൻഷുറൻസ് ആയാലും സ്റ്റേ ആയാലും എല്ലാം സ്കൈഹോക്ക് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്തിരുന്നപ്പോൾ 1 month കൊണ്ട് തന്നെ വിസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒട്ടുമില്ല. കാരണം യൂറോപ്യൻ കൺട്രീസ് നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മിനിമം ഒരു 2 to 3 months എങ്കിലും എടുക്കും. അപ്പോൾ 1 month കൊണ്ട് തന്നെ പെട്ടെന്ന് വിസ കിട്ടിയപ്പോഴത്തേക്കും ഞെട്ടിപ്പോയായിരുന്നു. ഏപ്രിൽ എൻഡോട് കൂടിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് അഞ്ജിത നമ്മളെ അപ്രോച്ച് ചെയ്തത്. വിത്തിൻ 1 month തന്നെ നമുക്ക് വിസ കൊടുക്കാനും സാധിച്ചു. അതിൽ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. അഞ്ജിതയും ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മാസം എൻഡോട് കൂടി അഞ്ജിത ജർമ്മനിയിലേക്ക് പോവുകയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ജേർണി.